ഹലോ. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിളായിട്ട് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തോ ആണെന്ന്. പക്ഷെ നമ്മുടെ കൂണാട്ടോ ഇത്. കൂണ് വെച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൻ നല്ല ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണയും അതുപോലെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലോണം പൊട്ടി വരുന്ന ആ ഒരു ടൈമിലും നമുക്ക് വല്യുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വല്യുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്താൽ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് കുറച്ച് മതി, നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ കൂൺ ഇട്ട് കൊടുക്കാം. കൂൺ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കൂണാണ്. അത് നല്ലോണം കഴുകി അതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അല്പം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കൂണിൽ നമ്മൾ വെള്ളം ചേർക്കണ്ട കേട്ടോ. ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ കൂൺ വെന്തോളും. അപ്പോൾ നമുക്ക് ഇടവിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതുപോലെ ഉപ്പ് പോരെങ്കിൽ നല്ല ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് നല്ലോണം വേവിക്കാം അടച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് പെരുംജീരകവും കറിവേപ്പിലയും അതുപോലെ തേങ്ങ ചിരവി വെച്ചതാണ്. അത് മൂന്നും കൂടെ നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഞെരട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കൂണിലേക്ക് ലാസ്റ്റ് വെള്ളമൊക്കെ വറ്റുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കിയ ശേഷം ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നല്ല മണമാണ്, അതുപോലെ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ സത്യം പറയുകയാണ്, കാരണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏട്ടൻ വന്നിട്ടാണെങ്കിൽ ഏട്ടൻ കഴിച്ച ശേഷം അത് കൂണാണെന്ന് ഏട്ടന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ണിത്തണ്ട് ഉണ്ടല്ലോ, ഉണ്ണിത്തണ്ട് തോരന്നാണ് ആദ്യം വിചാരിച്ചത്. കാരണം നമ്മൾ നിറയെ തേങ്ങ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഉണ്ണിത്തണ്ടിൻ്റെ ഒരു ഫീലാണ് കിട്ടുക. വേറെ ഏത് കറിയല്ല, ഉണ്ണിത്തണ്ട് കേട്ടോ. അപ്പോൾ കൂൺ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.